ലഹരിക്കെതിരെ യുദ്ധസന്നാഹത്തോടെയുള്ള പോരാട്ടമെന്ന് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ്. സിനിമാ മേഖലയ്ക്കോ സെലിബ്രിറ്റിക്കോ പ്രത്യേക പരിഗണന ഇല്ല. ഷൈൻ ടോമിനെതിരായ വെളിപ്പെടുത്തലിൽ വിൻസി അലോഷ്യസുമായി സംസാരിച്ചെന്നും വിൻസി അന്വേഷണവുമായി സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അത് സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല. സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല. ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഉറച്ച നിലപാടെടുത്തതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉറുമ്പിശ്ശേരി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ എം.പി. രാജേഷിനെതിരെ മുൻപ് ഷൈൻ ടോം ചാക്കോയുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉയർത്തിക്കാണിച്ച് വി.ടി. ബൽറാം അടക്കമുള്ള ആളുകൾ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുമ്പോഴാണ് ആ ഒരു കേസിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് എക്സൈസ് മന്ത്രി പറയുന്നു. രജീഷ്, ലഹരിക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, ഉരുക്കുമുഷ്ടി തന്നെ പ്രയോഗിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും പരിശോധന ഉണ്ടാകും. എവിടെ നിന്നെങ്കിലും വിവരം ലഭിച്ചാൽ അത് അവഗണിക്കുകയല്ല, അത് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി നടപടികളിലേക്ക് കടക്കും. അതിന് സിനിമാ സെറ്റെന്നോ അല്ലാത്തതെന്നോ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. എല്ലായിടത്തും പരിശോധന നടത്തി നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ വിൻസിയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. വിൻസിക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അവർ ഈ പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് നിയമ നടപടികൾക്കില്ല എന്ന തരത്തിൽ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇന്നലെ വിൻസിയുമായി സംസാരിച്ചപ്പോൾ അന്വേഷണ നടപടികളുമായി സഹകരിക്കാമെന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി പ്രസാദ്, എന്തായാലും വിൻസി അലോഷ്യസുമായി എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് നടി എക്സൈസ് മന്ത്രിയോട് പറഞ്ഞത്. കർശനമായ നടപടികളുമായി എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു.